എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ടാണ്, ഇരുട്ടാണ് ഇപ്പോൾ. 7:30 സമയം. രാവിലെ ഇന്നലെ ചേമ്പ് വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ. ചേമ്പ് വെച്ചിട്ട് സിമ്പിൾ കറിയാണ് കേട്ടോ. അടിപൊളി കറിയാണ്, ചേമ്പ് മാത്രം വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ചില ചേമ്പ് ചൊറിയും കേട്ടോ. പറയാൻ പറ്റുമോ? ചൊറിയോ? കൈ ചൊറിയോ? അന്ന് ഇതിട്ടിട്ടാണോ അവിടെ മുളച്ച് വന്ന്? പുളിയോ തൈരൊക്കെ ഒഴിക്കണം. തൈര് എന്ത് തൈരാണ്? മുറിക്കെടുക്കട്ടെ കേട്ടാ. ചേമ്പ് കറി വെക്കാം. 1/2 കിലോ ചേമ്പുണ്ട് കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് വേകട്ടെ കേട്ടോ. ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ചേമ്പ് വെന്തിട്ട് ഉപ്പിടാം കേട്ടോ. നമുക്ക് തേങ്ങ അരയ്ക്കാം. ചെറിയൊരു മുറി തേങ്ങ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1 5 വറ്റൽമുളക് കേട്ടോ. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് ചേമ്പ് വെന്താ നോക്കാം. നന്നായി വെന്തു കേട്ടോ. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി പുളിവെള്ളം. ഒന്ന് തിളക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തില്ല. നന്നായി തിളക്കട്ടെ. പുളി ഒഴിച്ചിട്ട് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അരപ്പ് ഒഴിച്ചിട്ട് തിളച്ചു കൂട്ടാ. കറി റെഡിയായി. ഞാൻ താളിച്ചൊഴിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കാം. 1 5 ചെറിയുള്ളി, ഒരു 3 വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട്. ഉള്ളിയൊക്കെ മൂത്ത് വന്നു കേട്ടോ. ഇത് പൊട്ടിക്കൊടുക്കാം. സൂപ്പർ കറിയാണ്. ഒരു പഴയകാല കറിയാണ് കേട്ടോ. വെക്കാത്തവരും വെച്ച് നോക്കാം. എല്ലാവരും വെച്ച് ഒന്നും കൂടെ കുറുകുന്നു. പയറുപ്പേരി വെക്കാം കേട്ടോ. തോരൻ, മെഴുക്കുവരട്ടി, എക്സെട്രാ എക്സെട്രാ. നമ്മളിവിടെ എല്ലാത്തിനും ഉപ്പേരി എന്ന് പറയും. കടുകിട്ട് കൊടുക്കുക. ഉള്ളി മുളകും കേട്ടോ. കറിവേപ്പില, പയർ കൊടുക്കുക.
ഈ പയറിൽ അങ്ങനെ വെള്ളമാണ്. വെച്ചിട്ട് കൊടുക്കട്ടെ. നല്ല മഴയാണ് ഇവിടെ. അടച്ചു വെച്ച് വേഗട്ടെ കേട്ടോ. ഉപ്പേരി വന്നാൽ നോക്കട്ടെ. ഉപ്പേരി അടിപൊളി കൊണ്ടിട്ടാ. ഏട്ടന് ചോറാക്കി കൊടുക്കട്ടെ. ഉന്നയ്ക്ക് സ്കൂളില്ലല്ലോ. കഴിക്കാൻ പുട്ടാണ് കേട്ടോ. നാലായി വിരിഞ്ഞു കയറ്റി വെച്ചു. പുട്ട് വേകട്ടെ. ഏട്ടന് ചോറാക്കണം. ചോറ് ചേമ്പ് കറി. ഇതേപോലെ നിങ്ങൾ വെക്കുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും വെച്ച് നോക്കണം. 100%. തൈര് ഒഴിച്ചിട്ടും വെക്കാം. പുളിക്ക് പകരം. അതെ, പുളിക്ക് പകരം പയറുപ്പേരി. പേട്ടനെ പണിക്ക് പറഞ്ഞാക്കട്ടെ. എന്നാലും ഞങ്ങൾ അമ്പലത്തിൽ പോയി കേട്ടോ. അമ്പലത്തൊക്കെ പോയി വന്നിട്ട് പച്ചക്കറി വാങ്ങാൻ പോയതാണ്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അമ്പലത്തിൽ പോയതിൻ്റെ പച്ചക്കറി വാങ്ങിയിട്ട് എല്ലാം കുറേശ്ശെ വാങ്ങി. മുരിങ്ങക്കായൻ്റെ വില ചോദിച്ചപ്പോൾ 200 രൂപ. വേണ്ട പറഞ്ഞിട്ട് വന്നു കേട്ടോ. അല്ല, അത്ര തിരക്കൊന്നുമില്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. കുറച്ച് ആളുകളുള്ളൂ. പച്ചക്കറിയും കുറച്ച് തന്നെ ഉള്ളൂ. അതാണ് തോന്നുന്നു കൂടുതൽ വില. വീടിൻ്റെ മാത്രമല്ല, അതുകൊണ്ട്. തക്കാളിയൊക്കെ വില കുറവാണ്. മുരിങ്ങക്കായാണ് കൂടുതൽ വില. മാർക്കറ്റ് തിരക്കില്ല, ഒഴിഞ്ഞു കിടക്കണുണ്ടോ. കാണാൻ നല്ല രസമാണല്ലോ മാർക്കറ്റ്. നന്നായിട്ട് പച്ചക്കറി അല്ലേ. കുറേ പച്ചക്കറി ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം ഇല്ല, ഞായറാഴ്ച ആയതും കൊണ്ട് ഒഴിവല്ലേ. വില പേശിയാണ് ഞാൻ. ഹെൽമെറ്റും കൂടി വയ്ക്കാൻ സമയമില്ല. ഉണ്ണിൻ്റെ അസൈൻമെൻ്റ് ആണ് കേട്ടോ, കെമിസ്ട്രി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ. കലാകഴിവുകൾ. ഡിസൈൻ. ഇത് ഫ്രണ്ട് പേജാണ് കേട്ടത്. ഇത് രണ്ടാമത്തെ പേജ്. ഉണ്ണിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് മൂന്നാമത്തെ. ഈ മാസത്തിൻ്റെ ഉള്ളിൽ അത്ര എണ്ണമാണ് ചെയ്തിട്ട് പോയില്ലേ. ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഇത് നാലാമത്തെ. സിമ്പിൾ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അഞ്ചാമത്തെ. മൊത്തം എത്ര പേജുണ്ട് അപ്പോൾ? ഇതെങ്ങനെയുണ്ട് പറയാൻ? ഇത് വളരെ സിമ്പിളാണ്. ലാസ്റ്റ് പേജ് കെമിസ്ട്രി ആണ് കേട്ടോ. കാണില്ലല്ലോ ക്യാമറ. ഉണ്ട് കുറേ ഉണ്ടകൾ. സ്കൂൾ തുറന്നപ്പോൾ 2-3 അസൈൻമെൻ്റായി ഒന്ന് ചെയ്തിട്ട് വേണം. ഹാൻഡിൽ വിത്ത് കെയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.